പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ. ക്രൂശിതാ നിന്റെ വീഥിയിൽ ഏകനായിതാ വന്നു നിൽപ്പു ഞാൻ. ചോരവാർന്ന നിൻ തൂമുഖം എൻ്റെ കൈകളാലേ തുടച്ചിടാം. ക്രൂശിതാ നിന്റെ വീഥിയിൽ ഏകനായിതാ വന്നു നിൽപ്പു ഞാൻ. ചോരവാർന്ന നിൻ തൂമുഖം എൻ്റെ കൈകളാലേ തുടച്ചിടാം. എനിക്കായി ക്രൂശിലേറി ബലി നൽകി നിൻ ജീവിതം. എനിക്കായി ക്രൂശിലേറി ബലി നൽകി നിൻ ജീവിതം. ഏകിടുന്നു ഞാനെൻ്റെ നല്ല ദൈവമേ, ഘോര പാപമേറിടും എൻ്റെ ജീവിതം. ഏകിടുന്നു ഞാനെൻ്റെ നല്ല ദൈവമേ, ഘോര പാപമേറിടും എൻ്റെ ജീവിതം. ക്രൂശിതാ നിന്റെ വീഥിയിൽ ഏകനായിതാ വന്നു നിൽപ്പു ഞാൻ. ചോരവാർന്ന നിൻ തൂമുഖം എൻ്റെ കൈകളാലേ തുടച്ചിടാം. തൻ പഴുതാർന്ന നിൻ തിരുക്കൈകളോടു ഞാൻ ചേർത്തിതാ. ആണി തൻ പഴുതാർന്ന നിൻ തിരുക്കൈകളോടു ഞാൻ ചേർത്തിതാ. ഈ കരങ്ങളാൽ ചെയ്ത പാപങ്ങൾ ഒക്കെയും എൻ്റെ യേശുവേ, ഈ കരങ്ങളാൽ ചെയ്ത പാപങ്ങൾ ഒക്കെയും എൻ്റെ യേശുവേ. ക്രൂശിതാ നിന്റെ വീഥിയിൽ ഏകനായിതാ വന്നു നിൽപ്പു ഞാൻ. ചോരവാർന്ന നിൻ തൂമുഖം
എൻ്റെ കൈകളാലേ തുടച്ചിടാം. ഉഴവുചാലുപോൽ ചിതറി നിന്നുടെ ദേഹവും വാർന്ന ചോരയും, ഉഴവുചാലുപോൽ ചിതറി നിന്നുടെ ദേഹവും വാർന്ന ചോരയും, തിരുനിണം കൊണ്ടു കഴുകിടേണമേ സർവവും എൻ്റെ യേശുവേ. തിരുനിണം കൊണ്ടു കഴുകിടേണമേ സർവവും എൻ്റെ യേശുവേ. ക്രൂശിതാ നിന്റെ വീഥിയിൽ ഏകനായിതാ വന്നു നിൽപ്പു ഞാൻ. ചോര വാർന്ന നിൻ തൂമുഖം എൻ്റെ കൈകളാലേ തുടച്ചിടാം. എനിക്കായി ക്രൂശിലേറി ബലി നൽകി നിൻ ജീവിതം. എനിക്കായി ക്രൂശിലേറി ബലി നൽകി നിൻ ജീവിതം. ഏകിടുന്നു ഞാനെന്റെ നല്ല ദൈവമേ, ഘോരപാപമേറിടുന്നെന്റെ ജീവിതം. ഏകിടുന്നു ഞാനെന്റെ നല്ല ദൈവമേ, ഘോരപാപമേറിടുന്നെന്റെ ജീവിതം. ക്രൂശിതാ നിന്റെ വീഥിയിൽ ഏകനായിതാ വന്നു നിൽപ്പു ഞാൻ. ചോര വാർന്ന നിൻ തൂമുഖം എൻ്റെ കൈകളാലേ തുടച്ചിടാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയുടെ തിരുസാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഈശോയെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവർണ്ണനീയമായ അങ്ങയുടെ എല്ലാ ദാനങ്ങളെ ഓർത്ത് ഈശോയെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ വാരത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ, ഈ നിമിഷങ്ങളിൽ, ഈ ദിവസങ്ങളിൽ ഈശോയെ അങ്ങയുടെ പീഡാനുഭവത്തെപ്പറ്റി കൂടുതൽ ധ്യാനിക്കുവാനും ആത്മന അതിൽ പങ്കുചേരുവാനും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളായിരിക്കുമ്പോൾ, കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ആ നല്ല നല്ല അനുഭവങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അങ്ങേ അടുത്ത് അനുഗമിക്കുവാൻ കൃപാവരം നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ഗത്സമനിയിലേക്ക് ആത്മന ഞങ്ങളും അങ്ങയോടുകൂടെ വരട്ടെ. നിസ്തുലമായ അനുസരണം വഴി നിത്യപിതാവിനെ മുഖത്തപ്പെടുത്തേണ്ട സമയം സമാഗതമായിരിക്കുന്നുവെന്ന് കണ്ട് ഈശോ അത്താഴ സമയത്ത് എഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാരോട് അഭ്യർത്ഥ സമാനം അരുളി ചെയ്തു.
എഴുന്നേൽക്കൂ, നമുക്ക് പോകാം. അവിടുന്ന് സംഭാഷണം തുടർന്നു. ദൃഷ്ടികൾ ഉയർത്തി ഒരു പ്രാർത്ഥന നടത്തിയ ശേഷം അവിടുന്ന് അത്താഴ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് ഗത്സമേൻ തോട്ടത്തിലേക്ക് നടന്നു. സാധുക്കളായ അപ്പസ്തോലന്മാരുടെ ഹൃദയം തകർന്നു. ഈശോ തങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയേക്കുമെന്ന ശങ്ക അവരെ സ്ഥാനം പിടിച്ചു. കുഞ്ഞുങ്ങൾ പിടക്കോഴിയോട് ചേർന്ന് നിൽക്കുന്നത് പോലെ അവർ അവിടുത്തെ ചുറ്റും ചേർന്നിരുന്നു. അവർക്ക് അവിടുത്തെ ശ്രവിക്കണം. അവിടെ നിന്ന് ബഹിർഗമിക്കുന്ന ഓരോ വാക്കും ശ്രവിക്കാൻ എന്തൊരാഗ്രഹം, എന്തൊരു ശ്രദ്ധ! ഈശോ അവരുടെ ഉത്സാഹം കണ്ടിട്ട് ആ രാത്രി തന്നെ എന്തു സംഭവിക്കാനിരിക്കുന്നുവെന്ന് അവരെ അറിയിച്ചു. ഗോതമ്പ് അരിപ്പേരിട്ട് പാറ്റുന്നത് പോലെ പിശാച് അവരെ പരീക്ഷിക്കും. അവരുടെ വിശ്വാസം ചഞ്ചലമാക്കുവാൻ പരിശ്രമിക്കും. തന്നെ തന്നെ രക്ഷിക്കുവാൻ കഴിയാത്തവൻ ലോകരക്ഷകനും ദൈവവുമാകുന്നത് എങ്ങനെയെന്ന് അവർ വിചാരിച്ചു പോകും. ദിവ്യരക്ഷകൻ സ്ഥിതിഗതികൾ വിവരിച്ചത് അവർ സ്വശക്തിയിൽ ആശ്രയിക്കാതെ വിനയശീലരായിരിക്കുവാനാണ്. മനുഷ്യപ്രകൃതി ബലഹീനമാണ്. വിശ്വാസ സത്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകിച്ച് ദുർബലമാണ്. ദൈവത്തിന് പ്രത്യേക സഹായമില്ലാതാകിയാൽ മനുഷ്യബുദ്ധി അതിവേഗം വ്യതിചലിക്കുവാനിടയാകുന്നു. ഇതാ നമുക്കൊരു പാഠം. വിശ്വാസം നിഷേധിക്കാതെ രക്തസാക്ഷിത്വം വരിക്കാൻ വേണ്ട മനക്കരുത്ത്, ധൈര്യവും നമുക്കുണ്ടെന്നാണ് നമ്മുടെ വിചാരം. എന്നാൽ പലപ്പോഴും നമ്മുടെ ദുർബലത പ്രകടമാകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പ്രലോഭനങ്ങളെ സമീപിക്കുമ്പോൾ നമ്മുടെ മനഃശക്തിയൊക്കെ തീരോഭവിക്കുന്നു. ഏതാണ്ട് അവയ്ക്ക് അടിമപ്പെടുന്ന നിലയിലെത്തുന്നു. വിശ്വാസത്തിനെതിരായ പ്രലോഭനങ്ങളെ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇവയെ ജയിക്കാൻ നമ്മുടെ ശക്തിക്ക് തീരെ അപര്യാപ്തമാകയാൽ നമ്മൾ ഈ പ്രലോഭനങ്ങളെ കൂടുതൽ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് അനുവാദം കൂടാതെ പിശാചിന് നമ്മളെ പരീക്ഷിക്കാൻ കഴിയില്ലെന്നുള്ള വാസ്തവം തന്നെയാണ്. നമ്മുടെ സുഹൃതദാർഢ്യം പരീക്ഷിക്കാനോ നമ്മുടെ അഹങ്കാരത്തെ ശിക്ഷിക്കാനോ ആണ് അവിടുന്ന് പ്രലോഭനങ്ങൾ അനുവദിക്കുന്നത്. നല്ല ദൈവമേ, ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടാൻ അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തു സംഭവിക്കും? മറ്റു പുണ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയാലും വിശ്വാസം അവശേഷിക്കുകയാണെങ്കിൽ അതുവഴി അവയൊക്കെ വീണ്ടെടുക്കാവുന്നതേ ഉള്ളൂ. വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ ഞങ്ങൾക്ക് ആലംബമായി വേറൊരു പുണ്യം ഉണ്ടാവില്ല. ഞങ്ങളുടെ അഹങ്കാരത്തിന് ശിക്ഷയായി വിശ്വാസം നഷ്ടപ്പെടാൻ അങ്ങേക്ക് അനുവദിക്കാവുന്നതാണ്. ഞങ്ങളുടെ ജീവിതം അതിനർഹവുമാണ്. അഹങ്കാരം പ്രത്യേകിച്ചും വിശ്വാസത്തിനെതിരായ ഒരു തിന്മയാണല്ലോ. അങ്ങ് ഇത് സുവിശേഷങ്ങളിലൂടെ സ്പഷ്ടമാക്കിയിട്ടുണ്ട്. എളിമയുള്ളവർക്ക് വിശ്വാസമുണ്ടാവുകയുള്ളൂ. എളിമ കൂടാതെയുള്ള തീഷ്ണത മായാമോഹമത്രേ. എളിമയില്ലെങ്കിൽ ഞങ്ങൾ പ്രലോഭനങ്ങൾക്ക് വശംവദനരാകും. അങ്ങയുടെ അപ്പോസ്തലന്മാരിൽ എളിമയുടെ അഭാവം അങ്ങ് വീക്ഷിക്കുകയുണ്ടായല്ലോ. എനിക്ക് അത് അവരെക്കാൾ കൂടുതൽ ആവശ്യമായിരിക്കുകയാണ്. ആകയാൽ ഞങ്ങളുടെ പ്രിയ രക്ഷക, ഞങ്ങൾക്ക് എളിമ നൽകണമേ. മരണസമയത്ത് പക്ഷെ പിശാച് വിശ്വാസത്തിനെതിരായ പ്രലോഭനങ്ങൾ നമ്മിൽ സംജാതമാക്കിയേക്കാം. ആ ഭയങ്കര സമയത്തിൽ നമുക്ക് എന്തു പറ്റിയേക്കാമെന്ന് നമുക്കറിയില്ല. ഈ ചിന്ത എളിമയെ നമ്മെ നിലനിർത്തുന്നതിന് എത്രയും പര്യാപ്തമാണ്. തൻ്റെ അപ്പസ്തലന്മാർക്കുണ്ടാകാൻ പോകുന്ന പ്രലോഭനങ്ങളെപ്പറ്റി ഈശോ പ്രവചിച്ചപ്പോൾ അവർ തങ്ങളുടെ ബലഹീനതയെപ്പറ്റി ബോധവാന്മാരാവുകയും ദൈവസഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ചിന്താശൂന്യരായി അവർ മറുപടി പറയുകയാണുണ്ടായത്. ഏറ്റവും മഹാതീഷ്ണതയോടെ പത്രോസ് പ്രതിവചിച്ചു, ഈശോയുടെ കൂടെ മർദ്ദനവും കാരാഗ്രഹവാസവും സഹിച്ചുകൊള്ളാമെന്നും മരിക്കാൻ പോലും സന്നദ്ധരാണെന്നും അവരെല്ലാവരും പ്രഖ്യാപിച്ചു. വിശ്വാസം നഷ്ടപ്പെടുത്താനുള്ള ദുർബലത തങ്ങൾക്കുണ്ടെന്ന് അവർ ചിന്തിച്ചേയില്ല. എല്ലാവരും അങ്ങനെ പ്രസ്താവനകൾ നൽകി. സ്നേഹ വിസ്മയത്ത സമാനിതനായി വിശ്വാസവാനുடைய പ്രകാശിതനായി വിശുദ്ധ പത്രോസ് ദൃഢതമമായ സ്വരത്തിൽ പ്രഖ്യാപനം നടത്തി. ദൈവന്റെ പ്രസാദം കൊണ്ട് വിശ്വാസം സംരക്ഷിക്കാമെന്നുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ടായില്ല. തൻ്റെ കഴിവിന് അതീതമായത് വാഗ്ദാനം ചെയ്തപ്പോൾ തുനിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന് തോന്നുന്നു. ആരൊക്കെ വിശ്വാസത്തിൽ ചാഞ്ചല്യം പ്രദർശിപ്പിച്ചാലും താൻ ചഞ്ചലചിത്തനാകുകയില്ലെന്ന് അദ്ദേഹം വീമ്പിളക്കി. വിശുദ്ധ പത്രോസിൻ്റെ അമിതമായ ആത്മവിശ്വാസത്തെ ആധാരമാക്കി ദിവ്യഗുരു അദ്ദേഹത്തിൻ്റെ ആ രാത്രിയിലെ അധപതനം പ്രവചിച്ചു.
ഏതെങ്കിലും ഒരു വേളയിൽ നമുക്കുണ്ടാകുന്ന തീഷ്ണതയെ അടിസ്ഥാനപ്പെടുത്തി എന്തും ചെയ്തു കൊള്ളാമെന്ന് ആരും വിശ്വസിക്കേണ്ടതില്ല. എളിമയുടെ പാഠം നമുക്ക് നൽകാൻ വേണ്ടി തിരുസഭയുടെ ബലിഷ്ഠങ്ങളായ സ്തംഭങ്ങൾ നിരവധിക്കാൻ അനുവദിച്ച സർവേശ്വരന്റെ വിജ്ഞാനവും നന്മയും കാണുക. പക്ഷങ്ങൾ കൂടാതെ പറക്കുവാൻ പരിശ്രമിക്കുന്ന പക്ഷിക്കുഞ്ഞു പോലെയാണ് നമ്മൾ. അങ്ങയുടെ സഹായം കണക്കിലെടുക്കാതെ തൻ്റെ ജീവൻ അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കാമെന്ന് പ്രഖ്യാപിച്ച വിശുദ്ധ പത്രോസിനേക്കാൾ ദുർബലനും നീചനുമാണ് നമ്മൾ. നമ്മുടെ ഇഷ്ടത്തെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ പ്രതീക്ഷകളെയും പ്രതിജ്ഞകളെയും വിശ്വസിക്കാതെ അവിടുത്തെ കൃപാവരത്തെ മാത്രം ആശ്രയിക്കുവാൻ ഈശോയെ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ദൈവമേ, അങ്ങയുടെ കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ധനികരാണെന്ന് കരുതുമ്പോൾ വാസ്തവത്തിൽ എത്രയും ദരിദ്രരാണെന്ന്, ഞങ്ങൾ ശക്തനും വിജ്ഞാനം വിവേകിയുമാണെന്ന് കരുതുമ്പോൾ ഞങ്ങൾ എത്രയും ദുർബലരും അന്ധരും മൂഢരുമാണെന്ന്, പ്രലോഭനങ്ങളെ ചെറുത്തു നിൽക്കാൻ ഞങ്ങൾക്ക് കരുത്തുണ്ടെന്ന് ഞങ്ങൾ കരുതുമ്പോൾ ഭീരുവിനെപ്പോലെ ഞങ്ങൾ അവയ്ക്ക് അടിമപ്പെട്ടു പോകുന്നുവെന്നും അനുഭവം കൊണ്ട് ഞങ്ങൾ പല പ്രാവശ്യം മനസ്സിലാക്കിയിരിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങൾ നീചരും ശൂന്യരുമാണ്. സദാ അങ്ങേ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഒന്നിനും കൊള്ളരുതാത്തവരാണെന്ന് ഗ്രഹിക്കുന്നത് കാരുണ്യവാനായ അങ്ങ് ചിന്തിയ പ്രകാശത്താലാണ്. പ്രസ്തുത പ്രകാശം ഞങ്ങളെ ഒരിക്കലും വിട്ടുപിരിയാതിരിക്കട്ടെ. നന്മ ചെയ്യാനും തിന്മ വർജിക്കാനും പല സന്ദർഭങ്ങളുണ്ടാകുമോ എന്ന് ഓർത്തിരിക്കാൻ നമ്മുടെ ആന്തരിക പ്രവൃത്തികളെ നമുക്ക് ശ്രദ്ധാപൂർവം പരിശോധിച്ച് കൊണ്ടിരിക്കാം. നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, അവിടുത്തെ ശരണം വയ്ക്കുമ്പോൾ എല്ലാ നന്മകളും ദൈവത്തിൽ നിന്ന് വരുന്നുവെന്ന് നമുക്ക് വിശ്വസിക്കാം. അത് നമുക്ക് ഏറ്റുപറയാം. പകൽ മുഴുവനും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിച്ച ശേഷം ഈശോ ഒലിവുമലയുടെ സമീപത്തുള്ള ഒരു തോട്ടത്തിലേക്ക് രാത്രി പ്രാർത്ഥിക്കുവാനായി പോവുക പതിവായിരുന്നു. ലോക ജീവിതത്തിൻ്റെ അന്തിമ രാത്രിയിലും അവിടുന്ന് ഈ പതിവ് വേണ്ടെന്ന് വെച്ചില്ല. യൂദ സൈന്യത്തോടുകൂടെ വരാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് ഈശോയും ചെന്നത്. അങ്ങനെ അവിടുന്ന് സ്ത്രീഹന്മാർക്ക് സ്പഷ്ടമാക്കി കൊടുത്തു, തൻ്റെ അറസ്റ്റ് അപ്രതീക്ഷിതമോ അജ്ഞാതമോ അല്ലെന്ന്. ഒരു തോട്ടത്തിൽ ഭൗമിക പറുദീസായിൽ ആദം പാപം ചെയ്തു ലോകത്തിന് നാശം വരുത്തി. വേറൊരു തോട്ടത്തിൽ, അതായത് ഗത്സമനി വെച്ച് രക്ഷകൻ തൻ്റെ പീഡാനുഭവം ആരംഭിച്ചു. ലോകരക്ഷ അങ്ങനെ സാധ്യതമാക്കി. തീഷ്ണമായ ദൈവസ്നേഹത്താൽ പ്രചോദിതനായി അവിടുന്ന് തോട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ശത്രുക്കൾ അവിടുത്തെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ആ വഴിയിൽ കൂടി വലിച്ചഴിച്ചു കൊണ്ടുപോകുമെന്ന് അവിടുന്ന് ഗ്രഹിച്ചിരുന്നു. ഇത് അവിടുത്തെ പ്രസന്നതയെ തെല്ലും ഭജിച്ചില്ല. നേരെ മറിച്ച് അത്യുത്സാഹത്തോടെ അവിടുന്ന് ശത്രുക്കളുടെ ആഗമനം കാത്തിരിക്കുകയാണ് ചെയ്തത്. പതിവ് പോലെ അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുവരികയും പ്രശാന്തമായി അവരോട് സംസാരിക്കുകയും ചെയ്തു. ഭയങ്കരമായ ഒരു വിപത്തിന് മുമ്പിലാണ് അവിടുന്ന് നിൽക്കുന്നതെന്ന് ആർക്കും തോന്നുകയില്ല. അവിടുത്തെ കണ്ടാൽ ആർക്കും ഒരു സംശയവും തോന്നുകയില്ല. കഷ്ടകാലത്ത് പ്രാർത്ഥിക്കേണ്ട ആവശ്യകത അവിടുന്ന് സ്പഷ്ടമാക്കുകയാണ്. പ്രാർത്ഥന എന്നും ആശ്വാസദായകമാണ്. നല്ല ഈശോയെ, അങ്ങയുടെ മാതൃക എത്ര യുക്തവും രക്ഷാകരവുമാണ്. ഞങ്ങളുടെ ശരീരത്തിന് ആഹാരം നൽകാതെ ഒരു ദിവസം കടന്നു പോകുവാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല. ഒരു നേരം ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ കഴിയും വേഗം ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കും. അങ്ങനെയെങ്കിൽ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുവാൻ ഞങ്ങൾ എത്ര കണ്ട് ബാധ്യസ്ഥരാണ്. എന്നിട്ടും ഏതെങ്കിലും ലഘുവായ പ്രതിസന്ധികളെ പ്രതി ഞങ്ങൾ പ്രാർത്ഥന ഉപേക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത്. അലസമായ സംഭാഷണങ്ങൾക്കും വ്യർത്ഥമായ കാര്യങ്ങൾക്കും ഞങ്ങളുടെ സുഖസമൃദ്ധിക്കും ഞങ്ങൾ സമയം കാണുന്നുണ്ട്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് സമയമില്ല, കഴിവില്ല, വാസനയുമില്ല. തത്സംബന്ധമായ പ്രതിജ്ഞകൾ നിറവേറ്റാൻ സാധിക്കുന്നുമില്ല. ഇതാണ് ഞങ്ങളുടെ അധപതനത്തിലുള്ള കാരണം. തന്നിമിത്തം നല്ല ദൈവമേ, പ്രലോഭനങ്ങളുടെയും പാപ സാഹചര്യങ്ങളുടെ മധ്യേ ഞങ്ങൾ ദുർബലരാണ്. പ്രാർത്ഥനയെ അവഗണിക്കുക നിമിത്തം ഞങ്ങൾ ഞങ്ങളുടെ ദുരാശകൾക്ക് അടിമകളാവുകയാണ്. പ്രാർത്ഥനയുടെ ആവശ്യം ഗ്രഹിക്കുവാൻ പ്രകാശം നൽകിയ ദൈവമേ, പ്രാർത്ഥന ചൈതന്യം നൽകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയ്ക്ക് പ്രിയങ്കരവും ഞങ്ങൾക്ക് പ്രയോജനകരമാവണ്ണം പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് വരം തരണമേ. അങ്ങയുടെ പാദാധികത്തെ വീണ് ആത്മരക്ഷയുടെ കാര്യം ചിന്തിക്കാതെ ഒരു ദിവസം കടന്നു പോകുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിക്കരുതേ. അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതകൾ വഴി ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്താതെയും ഒരു ദിവസം കടന്നു പോകുവാൻ അങ്ങ്
അനുവദിക്കരുതേ. പ്രാർത്ഥിക്കുവാനുള്ള ആജ്ഞ അങ്ങയുടേതാണല്ലോ. ആകയാൽ അങ്ങയുടെ ആജ്ഞ അനുസരിക്കുവാൻ വേണ്ട കൃപാവരം ഞങ്ങൾ അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. പതിവുള്ള പ്രാർത്ഥനകൾ ചൊല്ലുവാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ അസംതൃപ്തരാണോ? അടുത്തടുത്തുള്ള സുഹൃജപങ്ങൾ ചൊല്ലിയും ആഗ്രഹത്താലും നമുക്ക് ദൈവത്തിങ്കിലേക്ക് അടുക്കാം. ഈശോ തോട്ടത്തിൽ പ്രവേശിച്ച ഉടനെ അവിടുന്ന് ഭയചകിതനായി. സങ്കടവും ക്ഷീണവും അനുഭവപ്പെട്ടു. ശത്രുക്കൾ അവിടുത്തെ മർദ്ദിക്കുവാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ ആത്മാവിൽ ഭയങ്കര വേദനയുണ്ടായി. യഥാർത്ഥ ദൈവവും മനുഷ്യനുമായ ഒരാൾക്ക് മാത്രമേ ആ വേദന സഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവപുത്രൻ മനുഷ്യനായപ്പോൾ മനുഷ്യൻ്റെ സ്വാഭാവിക ബലഹീനതകളൊക്കെ അവിടുന്ന് സ്വീകരിച്ചു. മനുഷ്യ സ്വഭാവത്തിന് സഹജമായ ഭയം, ഉത്കണ്ഠ, ആശങ്ക, വേദന എന്നിവയൊക്കെ അവിടുന്ന് അനുഭവിച്ചുകൊണ്ടാണിരുന്നത്. മനുഷ്യൻ ദൈവസ്വഭാവത്തെ ഭാഗഭാക്കാകുന്നതിന് ദൈവപുത്രൻ മനുഷ്യൻ്റെ ബലഹീനതകളൊക്കെ സംവഹിച്ചു. ഈ അസാധാരണ പീഡാനുഭവം ആർക്ക് വർണ്ണിക്കാൻ കഴിയും? ബലഹീനനായി, ക്ഷീണിതനായി, വേദനകൾ ഏറ്റെടുത്ത് എന്നാൽ സംതൃപ്തനായി, ദുഃഖഭരിതനായി നിൽക്കുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് കാണാം. എന്തു ചെയ്യേണ്ടുവെന്ന് അവിടത്തേക്ക് തന്നെ അറിയാൻ പാടില്ലാതെയായി. ഭൂമിയിൽ അവിടുന്ന് കവിഴ്ന്നു വീഴുന്നു. ഇടയ്ക്ക് കരങ്ങൾ ഉയർത്തുന്നു. എഴുന്നേറ്റ് 1-2 അടികൾ വയ്ക്കുന്നു. നെടുവേർപ്പെടുന്നു. ദീർഘശ്വാസം വലിക്കുന്നു. വിലപിക്കുന്നു. ഈ വേദന ചങ്കിൽ കെട്ടിക്കിടക്കുന്നത് പോലെ തോന്നി. തൻ്റെ വേദന വിളിച്ചറിയിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. അത് അവിടുത്തെ ഹൃദയം ഭേദിക്കുന്ന പോലെ തോന്നി. മധ്യധരണിയിൽ മുങ്ങിമറിയുന്ന ഒരാളെപ്പോലെ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരാളായിട്ടാണ് രക്ഷകൻ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഭയവും സങ്കടവും വേദനയും കൊണ്ട് അവിടുന്ന് പൂരിതനായിരിക്കുമെന്നും മറ്റുമുള്ള പ്രവചനങ്ങളെല്ലാം നിറവേറിക്കഴിഞ്ഞു. നമ്മളെ സന്തുഷ്ടരാക്കാൻ അവിടുന്ന് സംതൃപ്തനാകുന്നു. നമ്മളെ ആശ്വസിപ്പിക്കുവാൻ അവിടുന്ന് പീഡാവിധേയനായി. അവിടുത്തെ ഭയങ്കര വേദനകളുടെ ഇടയിൽ നമ്മുടെ അനുകമ്പ എത്ര തുച്ഛം. കവിഞ്ഞൊഴുകുന്ന അവിടുത്തെ ആന്തരിക വേദനയെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം. വേദന കൊണ്ട് അവിടുത്തെ തിരുമുഖം വിരൂപമായിരിക്കുന്നു. ഏറ്റവും മാധുര്യവാനായ രക്ഷക, എന്തുകൊണ്ടാണ് അങ്ങ് ഇപ്പോൾ ഭയചകിതനും സംതൃപ്തനുമായിരിക്കുന്നത്? സ്വല്പം മുമ്പേ അങ്ങ് അപ്പസ്തലന്മാരെ ധൈര്യപ്പെടുത്തുകയുണ്ടായിരുന്നില്ലേ? മാലാഖമാർക്ക് ആനന്ദവും ആഹ്ലാദവുമായ രക്ഷണിത സംതൃപ്തനായിരിക്കുന്നു. ഈ മണിക്കൂർ അങ്ങ് കാത്തിരുന്നതാണല്ലോ. ഈ വേദനകളെല്ലാം അങ്ങ് ഏറ്റെടുത്തത് മാത്രമാണ്. ശാരീരിക വേദനകളുടെ ഓർമ്മ തന്നെ അങ്ങയെ അങ്ങേയറ്റം വേദനിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നല്ലവനും സ്നേഹയോഗ്യനുമായ ഈശോയെ, എന്തിന് ഈ വേദനകളെപ്പറ്റി അങ്ങ് മുൻകൂട്ടി ചിന്തിക്കുന്നു? എന്തുമാത്രം അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അങ്ങ് പ്രകടമാക്കുകയാണ്. പകരം ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുകയും കൃതജ്ഞതാപൂർവം അനുകമ്പ പ്രദർശിപ്പിക്കുകയും ചെയ്യണമെന്നാണ് അങ്ങയുടെ ആഗ്രഹം. ദുർബലമായ ഞങ്ങളുടെ മനസ്സിനെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. ഈശോ തൻ്റെ വികാര ഭേദനങ്ങൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സഹിച്ചു. അതുപോലെ നമ്മുടെ വികാരങ്ങളിൽ നമുക്ക് അനുഭവപ്പെടുന്ന വേദനകൾ നിത്യരക്ഷയ്ക്കായി നമുക്ക് വിനിയോഗിക്കാം. ഈശോയുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ ദുർവികാരങ്ങളെ നമുക്ക് നിഗ്രഹിക്കാം. ഈശോയുടെ ഹൃദയത്തിലുണ്ടായിരുന്ന വേദന ശരിയായി ഗ്രഹിക്കണമെങ്കിൽ അവിടുത്തെ ഉത്തമാംശത്തെ ഭരിച്ചിരുന്ന ദൈവ തിരുമനസ് എന്തായിരുന്നുവെന്ന് നമ്മൾ ധ്യാനിക്കണം. അവിടുത്തെ മാനുഷിക മനസ്സും ബുദ്ധിയും എല്ലാത്തിലും ദൈവഹിതത്തിന് കീഴ്പ്പെട്ടാണിരുന്നത്.
അഖില മാനവരുടെയും അധമഭാഗം എന്ന പോലെ അവിടുത്തെ ഇന്ദ്രിയ താൽപ്പര്യങ്ങൾ മരണത്തെയും സഹനത്തെയും ഭയപ്പെട്ടിരുന്നു. അവയുടെ സ്വഭാവം അവിടത്തേക്ക് സുസ്പഷ്ടമായിരുന്നതിനാൽ അവയെ ഒഴിഞ്ഞു മാറാൻ അധമഭാഗം വെമ്പൽ കൊണ്ടിരുന്നു. ഈശോയുടെ അധമാംശം ഉത്തമാംശത്തിന് സർവദാ കീഴ്പ്പെട്ടിരുന്നു. എങ്കിലും മനുഷ്യ സ്വഭാവത്തിന് സഹജമായ ഭയം, സങ്കടം, സഹനം എന്നിവ അവിടുത്തെ അധമാംശത്തിലും അനുഭവേദ്യമായിരുന്നു. മനുഷ്യ സ്വഭാവത്തിൽ സാധാരണമായി അനുഭവപ്പെടാറുള്ള ഭയവും സങ്കടവും വേദനയും ക്ഷമാപൂർവ്വം സഹിച്ചാണ് ഗെത്സമൻ തോട്ടത്തിലെ ഈശോയുടെ പീഡാനുഭവം. ഈശോയുടെ പീഡകൾ അങ്ങനെ പെരുകുന്നതിന് ദൈവ തിരുമനസ്സായി. മനുഷ്യവർഗത്തിന്റെ രക്ഷ സമ്പൂർണമാകണമെന്നായിരുന്നു അവിടുത്തെ തിരുവിഷ്ടം. ഈശോയുടെ പീഡാനുഭവവും മരണവും ദൈവനിശ്ചിതമാണ്. ദൈവനിശ്ചയപ്രകാരമുള്ള സമയം സമാഗതമായപ്പോൾ മനുഷ്യ സ്വഭാവം അവയ്ക്ക് കീഴ്പ്പെട്ടേ മതിയാവൂ എന്ന സന്ദേശം സംവഹിക്കപ്പെട്ടു. ഗെത്സമേൻ തോട്ടത്തിൽ വെച്ചാണ് ഈ സന്ദേശം അവസാനമായി അറിയിക്കപ്പെട്ടത്. ലോകത്തിന്റെ പാപത്താൽ നിത്യപിതാവ് കുപിതനായിരിക്കുന്നതും അവിടുത്തെ നീതി ആവശ്യപ്പെടുന്ന പ്രതികാര ഖഡ്ഗം തൻ്റെ നേർക്ക് നീക്കപ്പെട്ടിരിക്കുന്നതും ഈശോ ദർശിച്ചു. അത് പ്രയോഗിക്കേണ്ട സമയം വന്നു ചേർന്നിരിക്കുന്നുവെന്ന് അവിടുന്ന് കണ്ടു. ദൈവ സ്വഭാവത്തിൽ നിന്നുള്ള സഹായമൊന്നും കൂടാതെ മനുഷ്യ സ്വഭാവം പരിഭ്രാന്തവും സന്തപ്തവുമായി. മരണനേരത്ത് ഉണ്ടാകാറുള്ളതുപോലെയുള്ള ഒരു വിളർച്ചയും വിയർപ്പും പ്രത്യക്ഷപ്പെട്ടു. ആന്തരികമായ വേദനയ്ക്കും ഉത്കണ്ഠയ്ക്കും അവ സാക്ഷ്യം വഹിച്ചു. സങ്കടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനുള്ള ശക്തി അവിടത്തേക്ക് സ്വായത്തമായിരുന്നു. എന്നിട്ടും നമ്മളെ പ്രതി നമ്മുടെ സ്വഭാവത്തിൻ്റെ വാസനയ്ക്ക് അനുയോജ്യമാം വിധം അവിടുന്ന് സഹിച്ചു. ആന്തരികമായ വേദന ബാഹ്യമായി പ്രത്യക്ഷമായിരുന്നതുകൊണ്ട് സുവിശേഷകർ അതും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി വിവരിച്ചു. നമ്മുടെ രക്ഷകനെ നമുക്ക് കാണാം. അവിടുന്ന് ക്ഷീണിച്ച് തളർന്ന അവശ്യമായത് നമ്മൾ കാണാം. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ വികാരങ്ങളെല്ലാം എന്താണ്? ഏറ്റവും സ്നേഹയോഗ്യനായ ഈശോയെ, ഞങ്ങൾക്ക് നിത്യാനന്ദം വരുത്തിയ അങ്ങയുടെ വ്യഥകളോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹം എത്ര വലുതാകുന്നു! അങ്ങയുടെ കഷ്ടതകൾ അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങളുടെ ആത്മാവിൻ്റെ മേൽ വർഷിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. ഞങ്ങൾ ഞങ്ങളുടെ ഇന്ദ്രിയ വാസനകളെ പാപത്തിനായി വിനിയോഗിച്ചതുകൊണ്ട് അങ്ങയുടെ ഇന്ദ്രിയ വാസനകൾ കഷ്ടതകൾ സഹിക്കേണ്ടി വന്നു. ആകയാൽ ഞങ്ങൾ അങ്ങയോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു. സ്നേഹയോഗ്യനായ ഞങ്ങളുടെ രക്ഷക, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, കൂടുതൽ കൂടുതൽ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ശാരീരിക വാസനകൾ ഞങ്ങളുടെ യുക്തിക്കും ഞങ്ങളുടെ യുക്തി ദൈവ തിരുമനസ്സിനും എതിരായി നിലകൊള്ളുന്നു. ഞങ്ങളീ വന്നു ചേർന്നിരിക്കുന്ന ഈ ക്രമക്കേട് അവസാനിപ്പിച്ചേ മതിയാകൂ. ഈശോയെ അനുകരിച്ച് പ്രകൃതി വാസനകളെ ഉത്തമാശം കൊണ്ട് പരാജയപ്പെടുത്താം. അതാണ് ശരിയായ പുണ്യമെന്ന് നമുക്ക് സദാ അനുസ്മരിക്കാം. ഗെത്സമേൻ തോട്ടത്തിൽ ഈശോ അനുഭവിച്ച പീഡകൾ ശരിയായി ഗ്രഹിക്കുന്നതിനും യാഥാർത്ഥ്യം ശരിയായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവിടുത്തെ പീഡകൾ അചിതിതമോ പെട്ടെന്ന് ആവിർഭവിച്ചതോ അല്ല. അതുകൊണ്ടല്ലേ അവിടുന്ന് കൂടുതൽ ദുഃഖിതനായത്. നമ്മുടെ മനുഷ്യ സ്വഭാവ ബലഹീനമായതുകൊണ്ട് കഷ്ടതകൾ വരുമ്പോൾ നമ്മൾ വിലപിക്കുന്നു. അവിടുത്തെ സ്ഥിതി അങ്ങനെയല്ല. ദൈവപുത്രന് ദൈവഹിതത്തിനെതിരായി യാതൊന്നും സംഭവിക്കുന്നില്ല. അവിടുന്ന് ഭയചകിതനാവുകയും മരണകരമായ വേദന അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പ്രവാചകൻ പറയുന്നത് പോലെ അവിടുത്തെ ഇഷ്ടാനുസരണമാണ് അത് സംഭവിക്കുന്നത്. അവിടുന്ന് അത് ആഗ്രഹിക്കുന്നു. തൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായ വികാരങ്ങളാണ് ഈശോയ്ക്ക് ഇഷ്ടമുള്ളത്. ഒന്നും സ്വമേധയാ പ്രവർത്തിക്കുന്നില്ല,
സങ്കടവും ഭയവും വെറുപ്പുമൊക്കെ സ്വന്തം താല്പര്യപ്രകാരമാണ് ഉണ്ടാകുന്നത്. പൂർണ്ണ സമ്മതത്തോടെ അവിടുന്ന് മനുഷ്യാവതാരം ചെയ്തു. ഭൗമിക ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും അവിടുന്ന് തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മനുഷ്യപ്രകൃതിയുടെ ബലഹീനതകളും അവിടുന്ന് തിരഞ്ഞെടുത്തു. സഹനത്തിന്റെ സമയവും അളവും അവിടുന്ന് തന്നെ തിരഞ്ഞെടുത്തതാണ്. ശാരീരിക വേദനകളെ പോലെ മാനസിക വേദനകളും സ്വതന്ത്ര മനസ്സ തിരഞ്ഞെടുത്തതാണ്. ആകയാൽ ഇതാ നമ്മുടെ അനുമാനങ്ങൾ. നിർബന്ധപൂർവമാണ് ഈശോ സഹിക്കുന്നതെന്ന് നാം സങ്കല്പിക്കുകയാണെങ്കിൽ കൂടി പരിശുദ്ധ നിയോഗം വഴി ആ നിർബന്ധ സഹനത്തെ പുണ്യമാക്കി പകർത്താൻ അവിടത്തേക്ക് കഴിയുമായിരുന്നു. അവിടുത്തെ ഈ പ്രവൃത്തി നമ്മുടെ ഒരു ചുമതല സുവ്യക്തമാക്കുകയാണ്. നിത്യപിതാവിന് അവിടുന്ന് ചെയ്ത സമർപ്പണത്തെ ഓർത്ത് നമ്മൾ ദൈവത്തോട് കൃതജ്ഞത പ്രകാശിപ്പിക്കേണ്ടിയിരിക്കുന്നു. യാതൊരു ആവശ്യമില്ലാതിരുന്നിട്ടും ഈശോ സോമനസ ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചു. അവിടുത്തെ ഈ കാരുണ്യവും സ്നേഹവും ഓർത്ത് നമുക്ക് അവിടത്തോട് എത്രമാത്രം നന്ദി പ്രകാശിപ്പിക്കേണ്ടതാണ്. നല്ലവനായ ഈശോയെ, ഞങ്ങൾക്ക് ആധ്യാത്മിക മാധുര്യം സംസിദ്ധമാകുന്നതിന് വേണ്ടി എത്ര കൈപ്പേറിയ വേദനയാണ് അങ്ങയുടെ ആത്മാവ് വഹിച്ചത്. അതിന് ഞങ്ങൾ അങ്ങയോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ ദുർബല മനസ്സ് പുണ്യത്തിൽ അചഞ്ചലമായി പ്രതിജ്ഞാബദ്ധമായി നിലകൊള്ളുന്നതിന് ഞങ്ങൾ അങ്ങയോട് എത്ര കൃതജ്ഞത നിർഭരമായിരിക്കേണ്ടതാണ്. എന്തെങ്കിലും ഒരു ക്ലേശം ഉണ്ടാകുകയാണെങ്കിൽ ഞങ്ങളുടെ വേദന കുറയാനും കഴിയുന്നിടത്തോളം സഹനം കൂടാതെ കഴിക്കാനും വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ഞങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈശോയെ. എന്നാൽ ഞങ്ങളോടുള്ള സ്നേഹം പ്രകടമാക്കാൻ വേണ്ടി കൂടുതൽ സഹിക്കുവാനുള്ള സംഗതികൾ ചിന്തിക്കുന്നു. പകരം സ്നേഹിക്കാൻ ദിവ്യമധ്യസ്ഥ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഞങ്ങളുടെ ഹൃദയം ദരിദ്രമാണ്. ഗെത്സമേൻ തോട്ടത്തിൽ വളരെയേറെ കഷ്ടതകളും സങ്കടങ്ങളും അനുഭവിച്ച അങ്ങയുടെ ആത്മാവിൻ്റെ യോഗ്യതകളെ പ്രതി അങ്ങയുടെ സ്നേഹം ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി സ്വമനസ്സ സഹിക്കുവാൻ കഴിഞ്ഞ ഈശോയുടെ മാതൃക കണ്ടുകൊണ്ട് നിർബന്ധമായി ഉണ്ടാകുന്ന കഷ്ടതകളെന്ന പോലെ സ്വമനസ്സ സന്ദർഭങ്ങളുണ്ടാക്കി സഹിക്കാമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. തൻ്റെ വേദന അങ്ങേയറ്റം വർദ്ധിപ്പിക്കുവാൻ തനിക്കുണ്ടാകാൻ പോകുന്ന സകല സഹനങ്ങളും ഈശോ അനുസ്മരിക്കുന്നു. വേദന സമ്പുഷ്ടമായ തൻ്റെ പീഡാനുഭവ രംഗങ്ങളെല്ലാം ഈശോ തൻ്റെ ഭാവനയെ കാണുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തനിക്ക് അനുഭവപ്പെടാൻ പോകുന്ന നിന്ദകളും അപമാനങ്ങളും വേദനയും സംക്ഷിപ്തമായല്ല, എത്ര വിശദമായി അവിടുന്ന് ദർശിക്കുന്നു. ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് അവിടുന്ന് സഹിക്കേണ്ടി വരുന്ന നിന്ദനങ്ങളും ദ്രോഹങ്ങളും അവിടുന്ന് കണ്ടു. തൻ്റെ കടിക്കുന്നതും അടികൾ കൊണ്ട് ദേഹമാസകല വ്രണപ്പെടുന്നതും തൻ്റെ ശിരസിൽ മുള്ളുകൾ തുളച്ചു കയറുന്നതും തൻ്റെ മാംസം കീറിപ്പറിക്കുന്നതും രക്തം ധാരധാരയായി ഒഴുകുന്നതും അവിടുന്ന് ഭാവന ചെയ്തു. തനിക്കുണ്ടാകാൻ പോകുന്ന വേദനയും തൻ്റെ മരണവും അവിടുന്ന് ദർശിച്ചു. വേദനാജനകമായ ഈ വിഷയങ്ങളെല്ലാം അവിടുന്ന് തൻ്റെ ആർദ്ര ഹൃദയത്തിന് മുമ്പാകെ നിരത്തിവെച്ചു. അവയുടെ പൂർണ്ണവ്യാപ്തി തന്നെ അവിടുന്ന് അവയെപ്പറ്റി ചിന്തിച്ചു. ഓരോന്നായി സഹിക്കാനുള്ളവയെല്ലാം അവിടുന്ന് ഒന്നാകെ മുൻകൂട്ടി കണ്ടു. അങ്ങനെ ഓരോ നിമിഷവും അവിടുന്ന് കലവറ കൂടാതെ തന്നെ തൻ്റെ കാഴ്ച അർപ്പിക്കുകയും ബലിവസ്തുവായി കാണിക്ക വയ്ക്കുകയും ചെയ്തു. ഈശോയുടെ മനുഷ്യ സ്വഭാവം സർവദാ പരിപൂർണമായിരുന്നതിനാൽ അവിടുത്തെ വികാരങ്ങൾ എത്രയും സൂക്ഷ്മമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. തന്നിമിത്തം ഈശോയുടെ വേദന അതിൻ്റെ ഉച്ചിയിലെത്തിയിരുന്നു എന്നുള്ളതിൽ സന്ദേഹമില്ല. മനുഷ്യരെ പരിഭ്രാന്തരാക്കുന്ന എല്ലാ ഭയങ്കര ഭാവനകളും
ഒരേ സമയത്ത് തിങ്ങിക്കൂടുമ്പോൾ ഉണ്ടാകുന്ന ഭീകരത അല്പമൊന്ന് ആലോചിച്ചു നോക്കുക. അവയെല്ലാം കൂടി ഈശോയുടെ ഭാവന ചിത്രങ്ങളെക്കാൾ അധികമാവുകയില്ല. തന്നിമിത്തം അവയെല്ലാം കൂടി അനുസ്മരിക്കുന്ന ആൾക്കുണ്ടാകുന്ന വേദന അവിടുത്തെ മനോവേദനയോട് സാമ്യപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. ശരീരത്തിലും ആത്മാവിലും അവിടുന്ന് അനുഭവിച്ച ഓരോ വേദനയും എത്രയും നിസ്തുലമായിരുന്നുവെന്ന് പ്രവാചകൻ വിശദമാക്കിക്കൊണ്ടിരിക്കുന്നു. എത്രയും പരിശുദ്ധനായ രക്ഷക, ഞങ്ങളോട് കരുണ കാണിക്കുവാൻ അങ്ങയോട് തന്നെ എത്ര കഠിനമായിട്ടാണ് വ്യാപരിക്കുന്നത്. അങ്ങയുടെ കാരുണ്യത്തിൽ പ്രകാശിതമാകുന്ന അനന്തവിജ്ഞാനത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ഉത്ഭവിക്കുന്നത് ജഡത്തിൻ്റെ താല്പര്യങ്ങളിൽ നിന്നും ഹൃദയത്തിൻ്റെ ദുരാശകളിൽ നിന്നുമാകിയാലത്രേ അങ്ങ് ഇത്രയേറെ ഭയങ്കര വേദന അങ്ങയുടെ ഹൃദയത്തെ സഹിക്കുന്നത്. അങ്ങയുടെ വികാരങ്ങളെ അങ്ങ് ഒരു കുരിശാക്കി തീർത്തത് ഞങ്ങളുടെ പാപങ്ങളുടെയൊക്കെ മൂലം ഞങ്ങളുടെ വികാരങ്ങളാകിയാലാണ്. അങ്ങ് ഭയചകിതനായത് അങ്ങയുടെ യോഗ്യതകളിൽ നിർഭയമായ ശരണം ജനിപ്പിക്കുവാനാണ്. ഈശോയെ, അങ്ങയുടെ യോഗ്യതകളുടെ ഫലം ഞങ്ങൾ ശേഖരിക്കട്ടെ. എല്ലാ പാപങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ കൈപ്പേറിയ പീഡാനുഭവത്തിന് കാരണമായ ഞങ്ങളുടെ എല്ലാ പാപങ്ങളെ പ്രതി പശ്ചാത്തപിക്കുന്നതിനും അവയ്ക്ക് പരിഹാരം ചെയ്യുന്നതിനും ഞങ്ങൾ ഈ പ്രായശ്ചിത്തത്തിൻ്റെ യഥാർത്ഥമായ അരൂപി നൽകണമേ. ഇതായിരുന്നല്ലോ അങ്ങയുടെ ഉദ്ദേശം. ഇതാണല്ലോ അങ്ങ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഫലം. ഈശോയുടെ ആന്തരികവ്യഥകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മിലുള്ള ആന്തരിക മനുഷ്യൻ നവീകൃതമാകണമെന്നല്ലേ. ആകയാൽ നമ്മുടെ സ്ഥായിയായിട്ടുള്ള ദുർഗുണത്തെ നിയന്ത്രിക്കുന്നതിൽ നമുക്ക് ശ്രദ്ധാലുക്കളായി നിലകൊള്ളാം. ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈശോയെ എത്രയും വേദനിപ്പിക്കുന്നത് മരണഭയമാണ്. ഭയങ്കരവും വേദന സമ്പൂർണവുമായിരിക്കും തൻ്റെ മരണമെന്ന് അവിടുന്ന് സ്പഷ്ടമായി മനസ്സിലാക്കിയിരിക്കുന്നു. മനുഷ്യപ്രകൃതിക്ക് താങ്ങാൻ വഹിയാത്ത ഒരു ഭാവനയാണല്ലോ അത്. അപമാനകരമായ മരണത്തിന് ശേഷം മുഖത്തുമേറിയ പുനരുദ്ധാനം ഉണ്ടാകുമെന്നുള്ളത് വാസ്തവമാണെങ്കിലും മരണത്തിൻ്റെ ഭീകരതകളാണ് ഇന്ദ്രിയങ്ങൾ സർവപ്രധാനമായി പരിഗണിക്കുക. ഇന്ദ്രിയങ്ങൾ മരണത്തെ വെറുക്കുന്നു. എല്ലാ തരത്തിലുമുള്ള ക്ഷോഭങ്ങൾ പ്രകടമാക്കുന്നു. ഇന്ദ്രിയങ്ങൾ മരണത്തെ ചെറുക്കുന്നു. മരിച്ചേ മതിയാവൂ എന്നായിരുന്നു ദൈവനിശ്ചയം. ബുദ്ധിശക്തി ദൈവനിശ്ചയത്തിന് വഴങ്ങുന്നു. എന്നാൽ ഇന്ദ്രിയങ്ങൾ എതിർപ്പ് പ്രകാശിപ്പിക്കുന്നു. മരണഭയത്താൽ കഷ്ടപ്പെടുന്ന ബലഹീനവും ദുർബലവുമായ മനുഷ്യപ്രകൃതി മരണവേദന അനുഭവിക്കുവാൻ തുടങ്ങി. ഇന്ദ്രിയങ്ങളുടെ ഈ എതിർപ്പ് വിവേകപൂർണമായ ദൈവപരിപാലന അനുഭവിച്ചത് തന്നെയാണ്. സ്വർഗസ്ഥനായ പിതാവിനോടുള്ള അനുസരണയ പ്രേരിതനായി ഈശോ ഇന്ദ്രിയങ്ങളുടെ പ്രതിരോധത്തെ നിശേഷം തകർത്തു. ദൈവ തിരുമനസ്സിനും ന്യായമായ യുക്തിക്കുമെതിരായ ഇന്ദ്രിയങ്ങളുടെ നിലപാട് സ്വീകാര്യമല്ലല്ലോ. ഇന്ദ്രിയങ്ങളുടെ വിപ്ലവമാണ് ആദത്തിൻ്റെ അനുസരണക്കേടിന് കാരണമായത്. ഈശോയുടെ അനുസരണം ആദത്തിൻ്റെ അനുസരണക്കേടിന് മുമ്പേ വന്നു നിൽക്കുന്നു. തൻ്റെ ഇന്ദ്രിയങ്ങളോട് ഈശോ ഒരു സമരം ആരംഭിക്കുന്നു. ഇന്ദ്രിയങ്ങളുടെ എതിർപ്പ് എത്ര കണ്ട് രൂക്ഷമായിരുന്നുവോ അത്ര കണ്ട് ഈശോയുടെ അനുസരണത്തിനുള്ള മാറ്റ് വർദ്ധിച്ചു. അതിനുള്ള യോഗ്യതയും കൂടി. ആദത്തിൻ്റെ അനുസരണക്കുറവിന് ഇത് പരിഹാരമായി. ലോകത്തിൻ്റെ പാപങ്ങൾ ജഡിക മോഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ടാണ് ദൈവ തിരുമനസ്സിനെ കീഴ്പ്പെടുമ്പോൾ ഈശോ തൻ്റെ ശരീര ഇന്ദ്രിയങ്ങളിൽ അതിഭയങ്കരമായ വേദന അനുഭവിക്കുവാൻ ദൈവം അനുവദിച്ചത്. ഈശോയെ, നല്ല ദൈവമേ,
ഞങ്ങളുടെ പ്രകൃതിയുടെ ദുശ്ചാച്ചിലുകളും ഞങ്ങളുടെ ദുരാശകളും എത്രയും തീവ്രമാണെങ്കിലും അങ്ങയുടെ പരിശുദ്ധ കൽപ്പനകൾ അനുസരിക്കുവാൻ എത്രയും മഹത്തായ പ്രേരണയാണ് ഗെത്സമീൻ തോട്ടത്തിൽ വെച്ച് അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്തിട്ടുള്ളത്. ഈ കാര്യത്തിൽ മാത്രം ഞങ്ങൾ അങ്ങയെ അനുകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ എത്ര സൗഭാഗ്യമുള്ളവരായിരിക്കും. ഇന്ദ്രിയവാസനകളെ എതിരിടാത്തത് നിമിത്തം ഞങ്ങൾ സർവശക്തനായ ദൈവത്തെ പല പ്രാവശ്യം ധിക്കരിച്ചു. അതോർത്ത് ഞങ്ങൾ പരിതപിക്കുന്നു, അനുതപിക്കുന്നു. മേരി ഞങ്ങളോട് തന്നെ ബലം ചെയ്ത് അങ്ങയെ അനുസരിക്കും. പുണ്യ ജീവിതത്തോട് ഞങ്ങൾക്ക് വലിയ എതിർപ്പാണുള്ളത്. ഞങ്ങൾ വളരെ ദുർബലരാണ്. അങ്ങയുടെ യോഗ്യതകളും അങ്ങയുടെ സഹായവുമല്ലാതെ മറ്റ് യാതൊന്നും ഞങ്ങൾക്ക് ആശ്രയിക്കുവാനില്ല. ആകയാൽ ഞങ്ങളെ കാണുന്ന നിരവധി ദുരാശകളെ ചെറുക്കാൻ കഴിയാത്ത ഞങ്ങളുടെ നീചഹൃദയത്തെ ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. സഹിക്കേണ്ടതെല്ലാം സഹിച്ചുകൊണ്ട് ദൈവഹിതം നിറവേറണമെന്നുള്ള അങ്ങയുടെ പ്രതിജ്ഞ, എൻ്റെ പ്രതിജ്ഞ വിശ്വസ്തപൂർവ്വം പാലിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധ വരങ്ങൾ കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നിത്യരക്ഷയുടെ വിദ്യാലയം ഈശോയുടെ തിരുഹൃദയമാണ്. ശരീരത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും താല്പര്യങ്ങൾക്ക് ഉപരിയായി ദൈവതിരുമനസ്സിനെ വീക്ഷിക്കുന്നതാണ് ക്രിസ്തീയ പരിപൂർണതയുടെ സാരം. ഈശോയ്ക്ക് മരണത്തോട് തോന്നിയ ഭയം അവിടുത്തെ മനുഷ്യത്വത്തിന് ഉത്തമമായ തെളിവാണ്. എല്ലാ മനുഷ്യരുടെയും മാതൃകയായ ഈശോ പ്രകാശിപ്പിക്കുന്ന ഈ ഭയം നമുക്ക് അമൂല്യമായ ഒരു ഉപദേശമാണ്. അതിൽ നിന്ന് ഫലമെടുക്കാൻ നമുക്ക് ഇതിനെപ്പറ്റി തെല്ല് ധ്യാനിക്കാം. ശരീരത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ വേർപാടിനെയോർത്ത് ഈശോ ഭയചകിതനാകുന്നുവെങ്കിൽ, വിശ്വാസദൃഷ്ടി വീക്ഷിക്കുമ്പോൾ മരണയോർമ്മ നമ്മളിൽ എന്തുമാത്രം ഭയം ഉളവാക്കേണ്ടതാണ്. ഈശോ നിഷ്കളങ്കത തന്നെയാകിയാൽ ദൈവത്തിൻ്റെ ന്യായാസനത്തിങ്കിൽ അവിടത്തേക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. ആരും അവിടുന്ന് ഈ പാപം ആരോപിച്ചിട്ടില്ല. പിശാച് പോലും അവിടുന്ന് ഈ പാപം ആരോപിക്കാൻ ധൈര്യപ്പെടുന്നില്ല. എന്നാൽ നമുക്ക് ഭയപ്പെടാൻ അവകാശമുണ്ട്. നിരവധി പാപങ്ങളുടെ ഭാരത്തോടുകൂടി നമ്മൾ നമ്മുടെ ന്യായാധിപന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെ നമ്മൾ ഭയപ്പെടാതിരിക്കും? എന്നിട്ടും മരണം എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്നില്ല. മരണസമയം ഇനി അനുതാപം ജനിപ്പിക്കുന്നുമില്ല. ഒരിക്കലും മരിക്കില്ലെന്നും മരണശേഷം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുമാണ് എൻ്റെ ഭാവം. മൃഗങ്ങളെപ്പോലെ മാത്രം നമ്മൾ മരണത്തെ ഭയപ്പെടുന്നു. സ്വാഭാവികമായ ഭയം മാത്രമാണ് എനിക്കുള്ളത്. മാതൃകാ ജീവിതം നയിക്കുന്ന ഒരു ക്രിസ്ത്യാനി മരണത്തെ ഭയപ്പെടാനിരിക്കുന്നത് പോലെ നമ്മൾ മരണത്തെ ഭയപ്പെടുന്നില്ല. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മരണനിമിഷം വിസ്മരിക്കാൻ ഇടയാകരുതേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സൗഭാഗ്യകരമോ നിർഭാഗ്യകരമോ ആയ നിദ്രത്വം നിർണയിക്കപ്പെടുന്ന നിമിഷമാണുള്ളത്. ആ നിമിഷം അപ്രതീക്ഷിതമായി വന്നു ചേരും. അതിനുശേഷം പ്രായശ്ചിത്തം ചെയ്യാനുള്ള സന്ദർഭം ഉണ്ടാവുകയില്ല. നല്ല ദൈവമേ, നേതൃത്വത്തെ പറ്റിയുള്ള പരിശുദ്ധ ഭയം കൊണ്ട് ഞങ്ങളെ തുളയ്ക്കുക. അങ്ങയുടെ നീതിയുക്തമായ വിധി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കുന്നുവോ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പാപങ്ങൾ തന്നെ. ഒരു പാപത്തിന് മുമ്പാകെ ഭയം കൊണ്ട് വിറയ്ക്കുന്നുവെങ്കിൽ എണ്ണമില്ലാത്ത പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ അവിടുത്തെ ന്യായാസനത്തിന് മുമ്പ് എന്തു ചെയ്യും? നമ്മുടെ വിധികർത്താവായ ഈശോ അങ്ങയെ സ്നേഹിക്കാനായി മാത്രം ജീവിക്കുകയും അങ്ങനെ അങ്ങയോടുകൂടി നിത്യസൗഭാഗ്യം അനുഭവിക്കുകയും ചെയ്യുന്നതിന് അങ്ങ് തന്നെ ഞങ്ങൾ കൃപ ചെയ്യണമേ. ഇന്ന് നമ്മൾ സാരമില്ലാതെ തള്ളുന്ന പല കാര്യങ്ങളെപ്പറ്റിയും മരണനേരത്ത് ന്യായാധിപന്റെ മുമ്പാകെ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും.
ഭയങ്കര പാപങ്ങളെ പ്രതി അല്ലാതെ മറ്റൊന്നിനെ പറ്റിയും എനിക്ക് ഭയമില്ല. തന്നിമിത്തം മനസ്സാക്ഷി ശുദ്ധിയില്ലാതെ നമ്മുടെ ജീവിതത്തെ പ്രതി നമുക്ക് അവിടുത്തെ ഭയപ്പെടാം. ഈശോ തൻ്റെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലും മാത്രമല്ല, ആത്മാവിൻ്റെ എല്ലാ ശക്തികളിലും കൂടെ സഹിക്കേണ്ടി വന്നു. ഇന്ദ്രിയ ശക്തിയിൽ മാത്രമല്ല, ബുദ്ധിശക്തിയിലും അവിടുന്ന് സഹിച്ചു. ദൈവദർശനം മനസ്സിനെ സന്തുഷ്ടമാക്കിയിരുന്നെങ്കിലും പ്രസ്തുത സൗഭാഗ്യത്തോടുകൂടെ തീവ്രമായ വേദന കലരുവാൻ അവിടുന്ന് അനുവദിച്ചു. ഭൂലോക പാപങ്ങളെ പറ്റിയുള്ള ചിന്ത മനോവേദനയുണ്ടാക്കി. ജീവിതം മുഴുവനും ഈ പാപങ്ങളെ പറ്റിയുള്ള ബോധം അവിടത്തേക്ക് ഉണ്ടായിരുന്നുവെന്നത് ശരി തന്നെ. എന്നാൽ ഗത്സമനി വെച്ച് പ്രസ്തുത പാപങ്ങളുടെ ഭയങ്കരതയെപ്പറ്റി അവിടുന്ന് അതീവ തീഷ്ണതയോടെ ധ്യാനിച്ചു. മനുഷ്യ അവതാരത്തിൽ ഈശോ ഒരു മനുഷ്യന്റെ സാദൃശ്യം സ്വീകരിക്കുകയല്ല ചെയ്തത്, എല്ലാ മനുഷ്യരുടെയും സാദൃശ്യം സ്വീകരിച്ചു. ഗത്സമനി വെച്ച് എല്ലാ മനുഷ്യരുടെയും നിജസ്ഥിതി അവിടുന്ന് കണ്ടു. ആദത്തിന്റെ കാലം മുതൽ ലോകാവസാനം വരെ മനുഷ്യർ ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അവിടുന്ന് ദർശിച്ചു. ഗത്സമേൻ തോട്ടത്തിൽ അവിടുത്തെ മുൻപാകെ നിന്ന് മനുഷ്യർ പാപം ചെയ്താൽ എന്ന പോലെ പാപങ്ങളുടെ എണ്ണവും തരവും ഗൗരവവും അവിടുന്ന് സ്പഷ്ടമായി മനസ്സിലാക്കി. ദൈവപുത്രന് എന്തുമാത്രം വേദന വരുത്തുന്ന ഭാവനകളായിരുന്നു ഇവ. തിന്മയുടെ നീർച്ചാലുകൾ എന്നെ വലിയ ചെയ്തുവെന്ന് പ്രവാചകനോടുകൂടി അവിടത്തേക്ക് ആവലാതിപ്പെടാമായിരുന്നു. അന്യരുടെ പാപങ്ങളെ പറ്റി ചിന്തിക്കുന്ന നമ്മൾ നമ്മുടെ കാര്യം വിസ്മരിക്കാൻ പാടുള്ളതല്ല. നമ്മൾ നമ്മളെ പറ്റി തന്നെ ഒന്ന് ധ്യാനിച്ചു നോക്കുക. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും നാം ചെയ്തുപോയ എല്ലാ പാപങ്ങളും ഈശോയുടെ ദൃഷ്ടിയിലുണ്ടായിരുന്നു. നമ്മൾ ജനിച്ച നാൾ മുതൽ രാപകൽ തനിച്ചോ അന്യരോടുകൂടിയോ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും അവിടുത്തെ കൺമുൻപാകെ ഉണ്ടായിരുന്നു. അവയുടെ എണ്ണവും സ്വഭാവവും ഭീകരതയും അവിടത്തേക്ക് സുജ്ഞാതമായിരുന്നു. അവയെപ്പറ്റി നമുക്ക് മനസ്താപമില്ലെന്നും അവിടുന്ന് കണ്ടു. തന്നിമിത്തം ഭീതിജനകമായ സങ്കടം അവിടുത്തെ ബാധിച്ചു. ഈശോയെ, പാപത്തിന്റെ വെറും ഭാവന സ്വർഗ സൗഭാഗ്യത്തിൽ അമർന്നിരിക്കുന്ന അങ്ങയുടെ ആത്മാവിനെ സമ്പത്തവും ആശ്വാസരഹിതവുമാക്കിയെങ്കിൽ പാപം എത്ര ഭയങ്കര തിന്മയായിരിക്കണം. ഞങ്ങളുടെ പാപങ്ങളാൽ അങ്ങയുടെ ആന്തരിക ആനന്ദത്തിൽ ഞങ്ങൾ കയ്പ് കലർത്തി. അങ്ങയുടെ സന്താപത്തിൽ അങ്ങയ്ക്ക് തെല്ലൊരു ആശ്വാസം നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, അങ്ങയുടെ സഹായത്താൽ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. അങ്ങ് നേടിയിട്ടുള്ള യോഗ്യതകളെ പ്രതി ഈ സഹായം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പാപങ്ങൾ അങ്ങയിൽ വരുത്തിയ സങ്കടത്തിൻ്റെ ഒരു ഓഹരി ഞങ്ങളുടെ ഹൃദയത്തിന് നൽകണമേ. ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ കൂടിയായിരുന്ന അങ്ങയുടെ മഹനീയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, പൂർവികർ, ഞങ്ങളുടെ അയൽപ്പക്കക്കാർ എല്ലാവരെയും ഈശോയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുള്ളവർ, ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നവർ, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവർ എല്ലാവരെയും ഈശോയെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു നിമിഷം അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
കരയുന്നവൻ്റെ കണ്ണീരിൽ നാഥാനിൻ തിരുമുഖം കാണുന്നു ഞാൻ. മനസ്സു തകർന്ന എൻ സോദരരിൽ നിൻ രൂപം കാണുന്നു ഞാൻ. കണ്ണോടു കണ്ണുകൾ കൈയോടു കൈകളും ചേരുമ്പോൾ സ്വർഗമാകും. കണ്ണോടു കണ്ണുകൾ കൈയോടു കൈകളും ചേരുമ്പോൾ സ്വർഗമാകും. ഈശോയും ഏറ്റു ചൊല്ലും എന്നെ, ഈശോയും ഏറ്റു ചൊല്ലും. കരയുന്നവൻ്റെ കണ്ണീരിൽ നാഥാനിൻ തിരുമുഖം കാണുന്നു ഞാൻ. വിശന്നു വലഞ്ഞവൻ കരഞ്ഞു വിളിച്ചപ്പോൾ നിൻ സ്വരമെന്നു കേട്ടു. വിശന്നു വലഞ്ഞവൻ കരഞ്ഞു വിളിച്ചപ്പോൾ നിൻ സ്വരമെന്നു കേട്ടു. നാഥ, അന്നം കൊടുത്തപ്പോൾ അഹന്ത വെടിഞ്ഞപ്പോൾ ഈശോയെ കണ്ടിടുന്നു ഞാനും, ഈശോയെ കണ്ടിടുന്നു. കരയുന്നവൻ്റെ കണ്ണീരിൽ നാഥാനിൻ തിരുമുഖം കാണുന്നു ഞാൻ. മനസ്സു തകർന്ന എൻ സോദരരിൽ നിൻ രൂപം കാണുന്നു ഞാൻ. ബലഹീനനായ ഞാൻ പശ്ചാത്തപിച്ചപ്പോൾ നിൻ ഹൃദയം നിറഞ്ഞു. ബലഹീനനായ ഞാൻ പശ്ചാത്തപിച്ചപ്പോൾ നിൻ ഹൃദയം നിറഞ്ഞു. നാഥ, പാപം ക്ഷമിച്ചപ്പോൾ മാപ്പേകി വന്നപ്പോൾ നീ എന്നെ കാത്തുനിന്നു. ഈശോ, നാം തമ്മിൽ കണ്ടുമുട്ടി. കരയുന്നവൻ്റെ കണ്ണീരിൽ നാഥാനിൻ തിരുമുഖം കാണുന്നു ഞാൻ. മനസ്സു തകർന്ന എൻ സോദരരിൽ നിൻ രൂപം കാണുന്നു ഞാൻ. കണ്ണോടു കണ്ണുകൾ കൈയോടു കൈകളും ചേരുമ്പോൾ സ്വർഗമാകും. കണ്ണോടു കണ്ണുകൾ കൈയോടു കൈകളും ചേരുമ്പോൾ സ്വർഗമാകും. ഈശോയും ഏറ്റു ചൊല്ലും എന്നെ, ഈശോയും ഏറ്റു ചൊല്ലും.